ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈ വീഡിയോ ഫുള്ള് കാണുന്നത് എന്നെയും എൻ്റെ കോളേജും എൻ്റെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇന്ന് ടീപ്പ് വീഡിയോയിലില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് വീഡിയോ എടുക്കാം, കുറേ ദിവസമായല്ലോ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരെണ്ണം എടുക്കാമെന്ന് ഓർത്തു. ആദ്യത്തെ ഒരു ട്രൈ ആണ്, ശരിയാകുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. അപ്പം ഞാൻ ദേ കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആവുക. അപ്പം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഒരുമാതിരി കോലത്തിലായിരിക്കണം, എന്താ ചെയ്യേണ്ട, എവിടെ തുടങ്ങണ്ടേന്നൊന്നും അറിയില്ല. ആദ്യമായിട്ട് തന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇതാണ്. എന്തായാലും നമുക്ക് തുടങ്ങണമല്ലോ. നമുക്ക് പയ്യെ റെഡി ആകാൻ തുടങ്ങാം. ഈ ഫ്രണ്ടിൽ കണ്ടോ, ഇത് മുടി വെട്ടിയിട്ടേക്കണം. ഇത് ടീപ്പ് നിർബന്ധിച്ച് വെട്ടിച്ചതാ. ഇത് ഞാൻ നേരത്തെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതായിരുന്നു, അങ്ങനെ വെട്ട് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വെട്ടിച്ചതാ. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അതെടുത്ത് പയ്യെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ട് മുടി കെട്ടും. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇനി കണ്ണെഴുതുക. വെളുത്ത് പാറി അല്ലേ. ഐബ്രോ വലിയ കാര്യമായിട്ട് ഐബ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് ത്രെഡ് ചെയ്യുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട, ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടല്ലോ. ഇനി എന്താണ്? ഇനി കണ്ണെഴുതാം. കണ്ണ് ഞാൻ അടുപ്പിച്ച് നിന്ന് എഴുതുന്നതുകൊണ്ട് കണ്ണെഴുതിയിട്ട് കാണിക്കും. ഇപ്പം നമ്മൾ കണ്ണെഴുതി. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക്. ഇനിയിപ്പം ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ, ഇതിട്ടുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ ടീപ്പിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞു ഇവിടെ. ഇന്നിപ്പോൾ അത് തണുപ്പും മഴയും ഒക്കെയാണ്. അപ്പം ഇനി ഇത് മാറണം, വേറെ ഇടണം. അപ്പം ഇതാണ് ഡ്രസ്സ്. പുലികളിക്ക് പോകുന്ന പോലെ ഉണ്ടല്ലേ. ഇത് ടീപ്പിയുടെയാണ്. എന്താണെന്നറിയില്ല, ഇവിടെ വന്നിട്ടെന്നല്ല, അവിടെ ടീപ്പി ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. നമ്മുടെ എന്ത് ഡ്രസ്സ് ഇട്ടാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷെ ടീപ്പിയുടെ പോയി അലമാരി തുറന്ന് ഏതെങ്കിലും എടുത്തിടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഇതിന് കട്ടിയുള്ള ഡ്രസ്സല്ല, പക്ഷെ മറ്റേ വലിയൊരു കോട്ടും കൂടെ വരും. എന്തെങ്കിലും വലിയ ഡ്രസ്സാണ് അതിൻ്റെ മുകളിലേക്ക് ആ കോട്ട് ഇടുന്നതെങ്കിൽ മറ്റേ അങ്കിൾ ബൺ പോണ പോലെ ഇരിക്കും. ഇതാകുമ്പം അതിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് എടുത്തിട്ടതാ. അപ്പം കോട്ടും കൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഇതാവും. സമയം ഒത്തിരി പോകുന്നത് തോന്നണേ. ഇന്ന് ഞാൻ രാവിലെ ഈ വീഡിയോ എടുക്കുന്ന കാര്യം എൻ്റെ ഒരു ഇതിൽ ടൈം ടേബിളിലേ ഇല്ലാത്ത കാര്യമായിരുന്നു. അപ്പം ഇനിയിപ്പം വീട്ടിലേക്ക് വിളിച്ചില്ല, റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് പോണ വഴി വീട്ടിലേക്ക് വിളിക്കണം. ഇനിയൊന്നുമില്ല, അതെ തലയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ റെഡി, പോവാം. ഈ കുഞ്ഞു കുഞ്ഞു മുടി എല്ലാം എടുത്ത് ഒളിപ്പിക്കണം. തല കെട്ടിയിട്ടിരിക്കും നമുക്ക്. നമ്മൾ റെഡിയായി. ഇനി എനിക്ക് കോളേജിൽ പോകുന്ന വഴി വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. കോളേജ് നിങ്ങളെ കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ട്. എടുക്കാൻ പറ്റുമോ അറിയില്ല, സമയം കിട്ടുമോയെന്ന്. നേരത്തെ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഓർത്തായിരുന്നു, പക്ഷെ താമസിച്ചു പോയി. ഇപ്പം രാവിലെ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ഓർത്തയല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് താമസിച്ചു പോയി. ഇനിയിപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ കോളേജിൽ പോയിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ ഒരു ചമ്മലും അതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാണ്ട് ഓക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കും. കോളേജും ഫ്രണ്ട്സും എല്ലാം കാണിച്ചു തരാം. എന്തായാലും എടുക്കും. ഇന്ന് എടുക്കുമെന്നാണ് ഡൗട്ട്. അപ്പം ഇനി അഥവാ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കോളേജും ഫ്രണ്ട്സും എല്ലാവരെയും കാണിച്ചു തരും. ഇനി ആ ജാക്കറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പോവാം. ഹോം ടൂർ വേറൊരു ദിവസം ചെയ്യുന്ന കേട്ടോ. ചേട്ടനും ചേച്ചിയൊക്കെ ഉള്ളപ്പം അവരെ കൂട്ടിയിട്ട് ഹോം ടൂർ ചെയ്യാം. അപ്പം വീടൊക്കെ കാണിച്ചു തരാം. ഇന്ന് അതിനൊന്നും സമയമില്ല. ഇന്നലെ പോയി കഴിക്കാനുണ്ടാക്കുക, എടുത്തുകൊണ്ട് ഓടുക. എനിക്കെന്നും കോളേജിൽ പോകുന്ന അന്ന് ടീപ്പി ആട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി തന്നു വിടും. പാത്രത്തിലും കൂടെ ആക്കി കൈ കൊണ്ടേ തരും. നമുക്ക് വീട്ടിൽ അമ്മ സ്കൂളിലൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ട് തരില്ലേ ഭക്ഷണമൊക്കെ, അതുപോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ടീപ്പി അങ്ങനെ തന്നു വിട്ടില്ലെങ്കിൽ അതിനൊരു സമാധാനക്കേടാ. പക്ഷെ ഇന്ന് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. എല്ലാം റെഡിയായി. ഇനി ഇതെടുത്ത് വെച്ച് നമുക്ക് പോവാം. ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഓർത്തേ, ഞാൻ ഇതിനേക്കാൾ കട്ടിയുള്ള ഡ്രസ്സായിരുന്നു ആദ്യം ഇട്ടിരുന്നത്. എന്നിട്ട് തണുപ്പാന്നും പറഞ്ഞ് അതുകൊണ്ട് കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടെന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടതാണ് ഈ ഡ്രസ്സ്.
എന്നെ കളിയാക്കി കൊല്ലരുത് ഗൈസ്. ഒരു അബദ്ധം ആർക്കും പറ്റും. പക്ഷെ അതിട്ടിട്ട് പിന്നെ കോട്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വീർത്തിരിക്കും, ഭയങ്കര വണ്ണം വെച്ചിരിക്കും. അപ്പോൾ ഇതേ പോകാൻ സമയമായി. ഒരു ബുക്ക് എടുക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാൽ എഴുതാൻ. പിന്നെ നമ്മുടെ പാത്രം, പിന്നെ ഇവിടെ മഴയുണ്ട് അപ്പോൾ ഒരു കുട എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഹെഡ്സെറ്റ്. ഓക്കെ, എല്ലാം റെഡി, സെറ്റ്, ഗോ. ഞാൻ ആദ്യമായിട്ട് തന്നെ ചെയ്യുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്യും, എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ദേ ഈ ഇട്ടിരിക്കുന്ന ഷൂവും ടീപ്പിയുടെ ആട്ടോ, ഷൂവും ടീപ്പിയുടെ, ദേ ടോപ്പും ടീപ്പിയുടെ, എല്ലാം അടിച്ചു മാറ്റലാണ് ഗൈസ്. ഞാൻ ദേ വീടടച്ചിറങ്ങി. ഈ വാതിലടയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയുടെ ഒരു പേടിയാട്ടോ. ഇതിപ്പം നമുക്ക് ഇങ്ങനെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് താക്കോലില്ലാണ്ട് തുറക്കാൻ പറ്റത്തില്ല, താക്കോല് വേണം. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു കഴിയുമ്പോൾ തന്നെ തുറന്നു കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് അടഞ്ഞും പോകും. അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഇതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം ഡെലിവറി വന്നു കഴിഞ്ഞപ്പോൾ മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ വാതിലടഞ്ഞു പോയി. ഞാൻ ജസ്റ്റ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് വാതിലടഞ്ഞു പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ താക്കോലും ഇല്ല. എന്നിട്ട് താഴത്തെ വീട്ടിൽ പോയി ഇരുന്നു, എന്നിട്ട് പൂട്ട് പൊളിച്ച് അതിനെ തുറന്ന് പുതിയ താക്കോലും തന്ന് അങ്ങനെയൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു പണി ചേച്ചിക്ക് കൊടുത്തായിരുന്നു. അതുകൊണ്ടൊരു പേടിയാണ്. മഴയുണ്ട്, അതുകൊണ്ട് കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അതാട്ടോ നമ്മുടെ വീട്. മഴയുണ്ട്, അപ്പം കുട എടുക്കണം ഇനി. എല്ലാം എടുത്തിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല. നിങ്ങളോട് മിണ്ടി റെഡി ആയതുകൊണ്ട് ഒരു ആകെപ്പാട് ഒരു ടെൻഷനല്ല, എടുത്തിട്ടുണ്ടോ എന്ന്. ഇന്നത്തെ ഞാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ആരാ? നിങ്ങൾ. അവിടെ കേട്ടോ നമ്മുടെ വീട്, നമ്മൾ പോകേണ്ടത് ഇതിൽ. തണുപ്പുണ്ട് മഴയായതുകൊണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ്, ഏകദേശം ഇതുപോലെ തന്നെ എല്ലാ വഴി ഇരിക്കണത്. അപ്പം ഞാൻ അപ്പുറം എത്തിയിട്ട് കാണിക്കാം. അപ്പോഴത്തേക്കും ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ കേട്ടോ. ഇവിടെ നമ്മൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇത് ഗ്രീൻ വന്നു കഴിയുമ്പോൾ കടക്കാവുള്ളൂ. ഗ്രീനായി ഓടിക്കോ. ഇവിടെ ഗ്രീൻ ആയില്ല. ഓക്കെ. ഇങ്ങനെ ഒരു സൈറൻ അടിക്കും നടന്നു പോകുന്നവർക്ക് കടന്നു പോകാൻ വേണ്ടി. കുറച്ച് നേരത്തേക്ക് എന്നിട്ട് ഇവരിവിടെ നിൽക്കണം. ഇപ്പോൾ കണ്ടോ റെഡായി. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിതിലേ പോയി ഒരു സ്റ്റെപ്പ് ഇറങ്ങി
അപ്പുറം പോയി ടിക്കറ്റ് എടുക്കണം. എനിക്കാദ്യം വഴിയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ആദ്യം ടി പി എന്നെ കൊണ്ടുവിട്ടു. അടുത്ത ദിവസം ടി പി ട്രെയിൻ കയറുന്നത് എങ്ങനെയാണ്, 2 ട്രെയിൻ മാറി വേണം പോകാൻ. അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി എന്നെ ഒരു ദിവസം കൊണ്ടുവിട്ടു. ഇതേ ആ കാണുന്നത് കടലാട്ടോ. ഇവിടെ ഫുൾ കടലാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലം സൗത്ത് എൻഡ് ഓൺ സീ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇവിടെ നല്ല ബീച്ചും കാര്യങ്ങളൊക്കെയാണ് ഫുള്ളുള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി ട്രെയിൻ വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ്. പെട്ടെന്ന് തന്നെ ഉണ്ട് കേട്ടോ. ഫ്രഞ്ച് സ്ട്രീറ്റ് അതിനകത്ത് Leicester, West Horndon, Upminster, Barking, West Ham, Limehouse and Fenchurch Street. ഇതേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ഇറങ്ങി ലൈം ഹൗസിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് വേറെ ട്രെയിൻ കയറണം. ഇതിൽ ഇങ്ങനെ ടിക്കറ്റ് ഇടണം. അപ്പോൾ എന്നാലേ ഡോർ ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റാണ് ഇവിടെ. മുമ്പ് ഇത്ര ഇല്ലായിരുന്നു. ടി പി ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇത്ര ഇല്ലായിരുന്നു ടിക്കറ്റിൻ്റെയൊക്കെ. ഇതിപ്പം കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കി. ഇപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രെയിൻ കയറണം. നമുക്ക് ബെക്ടണിലേക്കുള്ള ട്രെയിൻ കയറി സൈപ്രസിൽ ഇറങ്ങണം. സൈപ്രസ് എന്ന് പറഞ്ഞ അവിടെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റി കേട്ടോ. ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ. എനിക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കോളേജും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും, നിങ്ങളെയൊക്കെ കാണിക്കും. അതുകൊണ്ട് ഇതിവിടെ കട്ട്. ഹലോ ഓൾ, സോറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. ഒന്നാമത്തെ കാര്യം മഴയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഓഗസ്റ്റ് 1-ാം തീയതി ഒരു അസൈൻമെൻറ്റ് വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് പറയാനും തോന്നിയില്ല. വീഡിയോ എടുക്കാൻ ഒരു മൂഡിലായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഒരു ദിവസം കാണിക്കുന്ന കേട്ടോ എൻ്റെ യൂണിവേഴ്സിറ്റിയും എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഞാൻ കാണിക്കും. ചിലപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ ആയിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ വൈൻഡപ്പ് പറയാണ്. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Ta-da!